നമസ്കാരം. കോടിക്കണക്കിന് ആരാധകരുള്ള ആൾദൈവമാണ് ഹാത്രസ് അപകടത്തിൽ പോലീസ് തിരയുന്ന ഭോലെ ബാബ. ഉത്തർപ്രദേശിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച സൂരജ് പാൽ സിംഗ് ഭോലെ ബാബയായ കഥ ആരെയും അതിശയിപ്പിക്കും. ബഹദൂർ നഗരിയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച സൂരജ് പാൽ സിംഗ് പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. പിന്നീട് സ്വയം വിരമിച്ചു. ആത്മീയ വഴിയിലേക്ക് തിരിഞ്ഞു. പുതിയ പേര് സ്വീകരിക്കുകയും ഭക്തി പ്രഭാഷണം തുടങ്ങുകയും ചെയ്തു. സത്സംഗ് വേദികളിൽ വെള്ളയുമാണ് ഭോലെ ബാബയുടെ സ്ഥിരം വേഷം. ബാബയെ കാണാൻ സത്സംഗ് യോഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരച്ചെത്തിയിരുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലുമാണ് ഇയാൾക്ക് ആരാധകർ ഏറെ. മിക്ക സത്സംഗുകളിലും ബാബയ്ക്കൊപ്പം ഭാര്യ പ്രേം ഭാട്ടിയും എത്തിയിരുന്നു. സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് അനുയായികൾ. എന്തിന്, അയൽ സംസ്ഥാനങ്ങളിലും ശക്തമായ സ്വാധീനം. ഉന്നത രാഷ്ട്രീയ നേതാക്കളും MLA-മാരും MP-മാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ബാബയുടെ പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമാണ്. മിക്ക പരിപാടികൾക്കും അതുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ആരും നോക്കാറില്ല. കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് പോലും ഇയാളുടെ അനുയായികൾക്ക് ആശ്രമത്തിൽ ആരാധന നടത്താൻ അനുവാദമുണ്ടായിരുന്നു എന്ന ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്ന് നാരായൺ സാഗർ ഹാരി ആശ്രമം 30 ഏക്കറിൽ പരന്നു കിടക്കുകയാണ്. ഒരു ദിവസം കുറഞ്ഞത് 12,000 പേർ ഇവിടെ സന്ദർശനം നടത്തുന്നു എന്നാണ് കണക്ക്. സുരക്ഷാ ഭടന്മാരടക്കം വലിയ അകമ്പടി വാഹനങ്ങളോടൊപ്പമാണ് ഇയാളുടെ സഞ്ചാരം. UP-യിലെ കാസഗഞ്ച് ജില്ലയിലെ ബഹാദൂർ നഗർ ഗ്രാമത്തിലെ ദളിത് കുടുംബത്തിൽപ്പെട്ടയാളാണ് ഭോലെ ബാബയെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇയാളെപ്പറ്റി കൂടുതൽ വ്യക്തിഗത വിവരങ്ങളൊന്നും പ്രാദേശിക മാധ്യമങ്ങൾക്ക് പോലും വലിയ പിടിയില്ല. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം ദശലക്ഷക്കണക്കിന് അനുയായികളാണ് ബാബയ്ക്കുള്ളത്. ഇന്ന് മതപ്രഭാഷണങ്ങൾ നടത്തുന്ന പല വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാണ് ഭോലെ ബാബ. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇയാൾ പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു. ഒരു സോഷ്യൽ മീഡിയയിലും ഇയാൾക്ക് ഔദ്യോഗിക അക്കൗണ്ടുകളൊന്നുമില്ല. സാധാരണക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ളതായി ഇയാളുടെ അനുയായികൾ അവകാശപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഭോലെ ബാബയുടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ആവശ്യമായ ഭക്ഷണ പാനീയങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കാറുമുണ്ട്. 2022 കോവിഡ് കാലത്ത് ബാബ നടത്തിയ സത്സംഗം വൻ വിവാദമായി. ഫറൂഖാബാദ് ജില്ലയിലെ സത്സംഗിൽ 50 പേർ മാത്രമേ പങ്കെടുക്കുള്ളൂ എന്നായിരുന്നു അവർ അറിയിച്ചിരുന്നത്. എന്നാൽ പരിപാടിയിൽ പങ്കെടുത്തത് 50,000-ഓളം പേർ. ഇത് വലിയ വിവാദമാവുകയും രൂക്ഷ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഏതായാലും ഭോലെ ബാബ ഇപ്പോഴും കാണാമറയത്താണ്.